അനീസ് ആർമി. സോ എല്ലാവരും നമ്മുടെ കോൺട്രാക്ട് വൈഫിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണുള്ള കാര്യം എനിക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ വാസ് ഗുഡ്. അപ്പോൾ നിങ്ങൾ അത് ലൈക്ക് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഒരു 1000 പേര് വാച്ച് ഔട്ട് ചെയ്തതിനാൽ അതിൽ 100 പേര് മാത്രമേ ലൈക്ക് അടിക്കുന്നുള്ളൂ. സോ എല്ലാവരും ഇപ്പോൾ തന്നെ ഇപ്പോൾ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. സോ വേഗം പോയി ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട കമൻറ്റും കൂടി ചെയ്തേക്കാം. അപ്പോൾ പിന്നെ എന്താ നേരെ നമുക്ക് എപ്പിസോഡിലോട്ട് പോവാം. रब्बावे रब्बावे ओ रब्बावे എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കർത്താവേ. എന്തിനാ എപ്പോഴും എന്നെ പരീക്ഷിക്കുന്നേ? ഞാൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്രയും പൈസ ഒപ്പിക്കുന്നേ? ഒരു വഴി കാണിച്ച കർത്താവേ. നിന്റെ അമ്മയുടെ ഓപ്പറേഷനോടുള്ള പണവും നിന്റെ അനിയത്തിയുടെ അബ്രോഡ് പഠിക്കാൻ പോകുന്ന പണവും ഞാൻ നൽകും. പകരം നീ എനിക്ക് എന്റെ ചൊല്ലിൽ പിറന്നൊരു കൊച്ചിനെ തരണം. എന്താ ഈ ഉടമ്പടിക്ക് സമ്മതമാണോ മിസ് അലീന തോമസിന്? നീ ശരിക്കും ആലോചിച്ചു പറഞ്ഞാൽ മതി. സമയനിരപ്പക്കൾ ഒരുപാടില്ല. എനിക്ക് സമ്മതമാണ്. ഗുഡ്. അപ്പൊ ഈ സറോഗ്രസി നമുക്കിടയിൽ മാത്രമുള്ള സീക്രറ്റ് ആണ്, മനസ്സിലായോ? നാളെ തുടങ്ങി നീ എന്റെ വൈഫ് ആയിരിക്കും. ജസ്റ്റ് ഒരു കോൺട്രാക്ട് വൈഫ്. സമൂഹത്തിന് മുമ്പിൽ നമ്മൾ നല്ലൊരു കപ്പിൾസ്, ബട്ട് ഇൻ മൈ ലൈഫ് യു ആർ എ സെർവൻറ്റ്. ഹരിയാനാറ്റയുടെ ബൈസ്റ്റാൻഡേഴ്സ് ആരാ? ഇതിലൊന്ന് സൈൻ ചെയ്യോ? ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഓപ്പറേഷൻ ചേച്ചി എന്താ ഇത്? എക്സ്ക്യൂസ് മീ, ഇതൊന്ന് പെട്ടെന്ന് സൈൻ ചെയ്യാവോ? നമുക്ക് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. മാഡത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഏകദേശം 6 to 7 hours എടുക്കും. നിങ്ങൾക്ക് വേണ്ടി റൂമും ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂം നമ്പർ 107. അവിടേക്ക് പോയാൽ മതി റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ചേച്ചി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഇത്രയും പണം ചേച്ചിക്ക് ഇടുന്ന അവരെങ്ങനെ ഓപ്പറേഷൻ നടത്തി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചേച്ചി എങ്ങോട്ടാ പോകുന്നേ? പറഞ്ഞിട്ട് പോ. നിക്ക്. നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്ന ഡാനി? അമ്മച്ചിനോട് പറഞ്ഞ നിന്റെ ചോറിൽ പിറന്ന ഒരു കൊച്ചിന് വേണമെന്ന്, അല്ലാതെ ഈ സറോഗ്രസി എന്ന് തെറ്റാ. അതിന്റെ ഇടയ്ക്ക് നീ അവളെ മുതലെടുത്തിരിക്കുന്നു അവളുടെ ഈ സാഹചര്യത്തിൽ. ഇത് വളരെ മോശമായി പോയി ഡാനി. ഐ ഡോണ്ട് കെയർ. ഇതിൽ വലിയ മോശമൊന്നുമില്ല. എനിക്കൊരു സറോഗ്രേറ്റർ മദറിന് ആവശ്യമായിരുന്നു. അവൾക്ക് പൈസ ആവശ്യമായിരുന്നു. സോന അത് കൊടുത്തു. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ഇത്ര ചൂടാവേണ്ട കാര്യമില്ല. ചൂടായാലും ഐ ഡോണ്ട് കെയർ. നിനക്ക് പണ്ടേ എല്ലാം ഐ ഡോണ്ട് കെയർ ആണല്ലോ. അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. പക്ഷെ ഇതല്പം കൂടിപ്പോയി ഡാനി. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് പൈസയുടെ അഹങ്കാരവാ. നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ലാണ്ടൊന്നല്ലോ ഈ സറോഗ്രസിക്ക് പിന്നാലെ പോകുന്നത്. എടോ, ആളൊരുത്തരാണെങ്കിൽ കെട്ടി കൂടെ പൊറപ്പിച്ചിട്ടുണ്ടാക്കണം കൊച്ചിനെയൊക്കെ. ഈ ഡാനിയൽ ജെയിംസ് മാത്യുവിന്റെ പെമ്പുറന്നത്തിയാവാൻ ഈ ജന്മത്തെ ആർക്കും കഴിയില്ല. എന്റെ കൈ കൊണ്ട് ഞാൻ ആർക്കും ഒരു മിന്നു ചാർത്തില്ല. അപ്പൊ പിന്നെ നീ എന്തു പറഞ്ഞിട്ടാ നാളെ അലീനനെ ജെയിംസ് അങ്കിളുടെയും തെരേസാനിയുടെ മുമ്പിലൊക്കെ കാണിക്കാൻ പോകുന്നത്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. കാണാൻ പോകുന്ന പള്ളിപ്പെരുന്നല്ല എന്തിനാ നേരത്തെ കാണിക്കുന്നേ? ബി കൂൾ മാൻ, ജസ്റ്റ് വെയിറ്റ്. കർത്താവേ, ഞാൻ എന്തിനാ സമ്മതിച്ചത്? ഞാൻ എങ്ങനെ? അമ്മക്ക് വേണ്ടിയല്ലേ, അനുവിന് വേണ്ടിയല്ലേ? സഹിച്ചേ പറ്റും. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ കൊണ്ടേ പറ്റൂ. കരയാതെ അലീന, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. എന്നിട്ട് അവൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവനിക്ക് ആ പൈസ കൊടുക്കും. അതെന്നെ പറ്റുമെന്ന് തോന്നുന്നില്ല സാർ. കുറച്ചു മുമ്പ് ഡാനി സാർ എന്നെ കാണാൻ വന്നിരുന്നു. ചേച്ചി ഇനിയെങ്കിലും പറ, ഇത്ര വലിയ തുക ചേച്ചിക്ക് എവിടെന്നാ കിട്ടിയത് ഇത്ര പെട്ടെന്ന്? എന്റെ CEO തന്നത്. സാർ എന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള തുകയാ തന്നത്. വേറൊന്നും നീ എന്നോട് ചോദിക്കരുത് അനു. എനിക്ക് നിന്നോട് ഇപ്പൊ ഒരു ആൻസർ പറയാനുള്ള സാഹചര്യത്തിലല്ല.
അതൊരു കാര്യം കൂടി, നിനക്ക് പോകാനുള്ള പൈസയും റെഡി ആയിട്ടുണ്ട്. അടുത്ത ഏതെങ്കിലും ദിവസം തന്നെ നീയും എവിടുന്നത് പോകണം. പറ്റത്തില്ല, എന്റെ ചേച്ചി അമ്മനെ അവിടെ ഒറ്റക്കാക്കിട്ട് എവിടെയും പോവില്ല. പിന്നെ എന്ത് ജോലി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി ചേച്ചി പോകുന്നത്? ഞാൻ പറഞ്ഞില്ല അനു, എനിക്കത് പറയാൻ പറ്റില്ല. പ്ലീസ് എന്നൊന്ന് മനസ്സിലാക്കുന്നു നിങ്ങള്. ഞാൻ അത് പറഞ്ഞതിന്റെ മോള് വിഷമിക്കും. വേണ്ട, ചേച്ചി നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. പ്ലീസ്. ശരി, ഇപ്പൊ പറയണ്ട, പക്ഷെ എന്നോട് പറയണം അടുത്ത് തന്നെ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല ചേച്ചി. പ്ലീസ് എന്നെയും കൂടി ചേച്ചി മനസ്സിലാക്ക്. ഞാൻ എങ്ങനെയാ നിങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നേ? എനിക്കത് പറ്റില്ല, എനിക്ക് വേണ്ട, എനിക്ക് എവിടെ പോവണ്ട. അങ്ങനെ പറയരുതനു. കർത്താവ് കൊണ്ടുവന്ന വഴിയൊന്നും നമ്മ നിന്ദിക്കാൻ പാടില്ല. ഞാൻ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. നീ നന്നായിട്ട് പഠിച്ച് വലുതായിട്ട് എനിക്ക് കടം വീട്ടണം. പ്ലീസ്. മരിയ തോമസിന്റെ വൈസ് ചാൻസലർ അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമുണ്ടായിരുന്നു. ബ്ലഡ് ബാങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരണം. ഓക്കെ ഡോക്ടർ. ചേച്ചി പോവണ്ട, ഞാൻ പോവാം. ചേച്ചി ഇവിടെ ഇരിക്കും, റെസ്റ്റ് എടുക്കാം. അലീന. സർ. അലീനയുടെ അമ്മയുടെ ഓപ്പറേഷനുള്ള തുക ഞാൻ കൊടുത്തിരിക്കുന്നു. ഓപ്പറേഷനും തുടങ്ങി. നാളെ നീറ്റിന്റെ റിപ്പോർട്ട്സും ഡോക്യുമെന്റ്സും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള പ്രൊസീജിയേഴ്സ് നടത്താം. പകരം നീ എനിക്കിതിൽ ഇപ്പോ സൈൻ ചെയ്തു തരണം. ഇറ്റ്സ് എ കോൺട്രാക്ട് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇപ്പോ ഇവിടെ വെച്ച് നീ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നാളെ കൊണ്ട് തുടങ്ങാം. എ ന്യൂ ജേർണി വിത്ത് ഈ ഡാനിയൽ ജെയിംസ് മാത്യു. സർ, ഇത്ര പെട്ടെന്ന് അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എനിക്ക് സമയം തരണം പ്ലീസ്. Did I make any excuses in your case? No sir. Then why you do this? ഇത് നിന്റെ കടമയാണ്. കാരണം നീ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. വെറുതെ ഒന്നും ഞാനൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാറില്ല. സർ പ്ലീസ്, ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഒപ്പിടാം. ഗുഡ്. ബി റെഡി. ഈ ഡാനിയൽ ജെയിംസ് മാത്യുവിന്റെ വൈഫ് ആവാൻ വേണ്ടി. ജസ്റ്റ് ഒരു കോൺട്രാക്ട് വൈഫ്. നാളെ മോർണിംഗ് ഷാർപ്പ് 9:30 ഞാൻ ഹോസ്പിറ്റൽ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഉണ്ടാവണം. നീ അങ്ങോട്ട് വരണം. നാളെ മുതൽ നീ എന്റെ മാനേജറിലായിരിക്കും കഴിയാൻ പോകുന്നത് ആസ് ഡാനിയൽ ജെയിംസ് മാത്യുയുടെ വൈഫായിട്ട്. ഷിറ്റ്, നീ എന്തിനാണല്ലോ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പോയത്? എന്നോട് ഒരു വാക്ക് ചോദിക്കാറില്ല നിനക്ക്? ആ സമയത്ത് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല സാർ. എനിക്ക് അറിയത്തില്ല, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം, കരയാതെ. അനു, ചിലപ്പോ ഞാൻ ഇന്ന് വരില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. അമ്മേനെ നീ നോക്കിക്കൊള്ളണം. നിനക്ക് പോകാനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് ഞാൻ വരാം. അത്യാവശ്യമായതുകൊണ്ടാ. മോൾ എന്നോട് പൊറുക്കണം. ഇപ്പോഴും ചേച്ചി എവിടേക്കാ പോകുന്നതെന്നും പറഞ്ഞില്ല, എന്താ ജോലിയൊന്നും പറഞ്ഞില്ല. എല്ലാം എനിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു. ചേച്ചി എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? നമ്മുടെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കുണ്ട്, അതെനിക്ക് പാലിച്ചേ പറ്റുള്ളൂ മോളെ. അതുകൊണ്ടാ എപ്പോഴും ഞാൻ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടേ നോക്കൂ. കാരണം നീ എന്റെ കുഞ്ഞനിയത്തിയല്ലേ, ഞാൻ വളർത്തിയതാ നിന്നെ. ആ നിന്റെ സന്തോഷത്തിന് വേണ്ടി ചേച്ചി എന്തും ചെയ്യും. അമ്മനെ നീ നോക്കണം ഞാൻ വരുന്നത് വരെ. പ്ലീസ്, ഇത് മാത്രം മോൾ ചേച്ചിക്ക് വേണ്ടി ചെയ്. എന്നോട് ഒന്നും ചോദിക്കല്ലേ. ഞാൻ വരട്ടെ. ഞാൻ പറഞ്ഞതുപോലെ മോൾ അമ്മയെ നോക്കണം. 2 ദിവസത്തിനുള്ളിൽ ചേച്ചി വരും. എന്റെ മോളെ എന്നിട്ട് ഞാൻ അബ്രോഡ് അയക്കും. ഞാൻ പോകുന്നു. ചേച്ചി പോവണ്ട, ഇവിടെ നിക്ക്. എന്നെ കൊണ്ട് ഒറ്റക്ക് പറ്റില്ല ചേച്ചി ഇല്ലാതെ. അബ്രോഡ് പോകാൻ പോകുന്ന ആളാണ് ഇങ്ങനെയൊക്കെ കിടന്ന് കരയുന്നേ. നമ്മൾ ഇടക്കിടക്ക് ഒറ്റക്കാവും ജീവിതത്തില്, അത് സർവ്വസാധാരണ. അതിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. എന്റെ മോൾക്ക് പറഞ്ഞു മനസ്സിലായോ? ചേച്ചി പോട്ടേടാ, സമയായി. ഈ യാത്ര എന്താവും, എവിടെ എത്തും എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഞാൻ കർത്താവിനെ സമർപ്പിക്കുകയാണ്. അത് എനിക്കിപ്പോ ചെയ്യാൻ പറ്റും.
ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ ഡാനി എടുത്ത ചേട്ടൻ. ഇതൊന്നും അത്ര നല്ലതല്ല. നീ ഒരു ദിവസം റിഗ്രറ്റ് ചെയ്യുന്ന ദിവസം വരും. ഒന്ന് മനസ്സിലാക്കി ഞാൻ പറയുന്നതൊന്ന്. റിഗ്രഷൻ അതിന്റെ ചാപ്റ്ററിൽ പോലുള്ള കാര്യം. യു ഡോണ്ട് വറി, എവറിത്തിങ് വിൽ ബി ഓക്കെ. Just get into the car. ഇറങ്ങും. ഇവിടുന്ന് നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. കാരണം നീ എന്റെ കോൺട്രാക്ട് വൈഫ് ആണെങ്കിലും ഈ ഡാനിയൽ ജെയിംസ് മാത്യുയുടെ വൈഫിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു കുറവ് പോലും പാടില്ല. അതെന്റെ കുടുംബത്തിനേക്കുന്ന ചീത്തപ്പേനായിരിക്കും. വേഗം പോയി എന്താന്ന് വെച്ചെടുക്കും. This is too much, ഡാനി. അല്ലു, നീ വാ, ഈ ചായ മേടിച്ചു തരാം. നമുക്ക് ഇവൻ അവതാരിയൊന്നും വേണ്ട. നിന്റെ ഹസ്ബൻഡ് അവനാണോ? കാരണം നിന്റെ കോൺട്രാക്ട് വൈഫ് ആണെങ്കിലും എന്നിട്ട് ഞാനായിരിക്കും നിന്റെ ഹസ്ബൻഡ്. ഞാൻ പറയുന്നത് നീ കേൾക്കാവൂ. നീ പറഞ്ഞത് മാത്രം അനുസരിക്കാൻ പറ്റുള്ളൂ എന്ന് നിന്റെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൾ വെറും നിന്റെ കുഞ്ഞിന്റെ സറോഗേറ്റ് മദർ മാത്രമാണ് ആവാൻ പോകുന്നത്. അല്ലാതെ അതിനാര് പറഞ്ഞു സറോഗ്രസി ആണെന്ന്? ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റി. എനിക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ബേബിനെ മതി. എനിക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോന്ന് നീ ചോദിച്ചില്ലേ? കാണിച്ചു തരാം. നിനക്ക് എന്താ ഭ്രാന്താണോ? ചതിച്ചോ നീ ഇവളെ? ജസ്റ്റ് ലീവ് മീ. നീ ഇത്ര ദേഷ്യപ്പെടാനുള്ള ഒരു കാര്യമില്ല. ഞാൻ ആരും ചതിച്ചിട്ടില്ല. എന്റെ ആവശ്യം ഞാൻ നല്ല വ്യക്തമായി തന്നെ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞതാ. ഇവള് വായിച്ചു നോക്കാതെ സൈൻ ഇട്ടത് ഞാനെന്ത് ചെയ്യാനാ? നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം. അലീന, എന്റെ കൂടെ വാ. സാർ, പയ്യെ നടക്ക്, വേദനിക്കുന്നു. മാമിന് ഈ കളർ ചേരും. നോ, ആ വൈറ്റ് കളർ മതി. അലീന, ഇതെല്ലാം പോയി ട്രയൽ ചെയ്തിട്ട് വാ. എന്നിട്ട് ഈ വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് വാ. എന്തിനാ ട്രയൽ അടിക്കുന്നേ? എല്ലാം കറക്റ്റ് ആയിട്ടല്ലേ എടുത്തു വെച്ചിരിക്കുന്നേ, സൈസ് അടക്കം. ഗുഡ്. ഇതിനെല്ലാം ഫിറ്റിംഗ് കറക്റ്റ് അല്ലേ അലീന? ഓക്കെ, ഇതെല്ലാം പാക്ക് ചെയ്തേക്കാം. കം വിത്ത് മീ. ഇറങ്ങാം. ജെയിംസ് ചായ, അവൻ വന്നു. നീ എവിടെയായിരുന്നു? ഇച്ചായ, എന്തുവാ തെരേസയുടെ ജോലിയെ? ഡാഡി, പപ്പ, we are married. വാട്ട് ഇസ് ദിസ് ഡാനി? രാവിലെ നീ ഇവിടുന്ന് പോയതാ, എന്നിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിനെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് കല്യാണം കഴിച്ചു. What the hell is happening? Mom, she is my wife. അത്രേ ഉള്ളൂ. എന്റെ ഈശോ, ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. എന്റെ ഡാനി, ഒന്ന് പറഞ്ഞിട്ടൂടെ നിനക്ക് ഇതൊക്കെ? ഇച്ചായ ഇതൊന്നും കേൾക്കുന്നില്ലേ? നീ ഒന്ന് സമാധാനപ്പെടുത്തു തെരേസ. അവരിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ പോയി ഫ്രഷ് ആവും. ആല, എന്റെ റൂമിലോട്ട് വാ. പോയി ഫ്രഷ് ആയിട്ട് വാ. അപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, ഇനി മുതൽ നീ എല്ലാ അർത്ഥത്തിലും ഈ ഡാനിയൽ ജെയിംസ് മാത്യുയുടെ വൈഫ് ആയിരിക്കും. കുട്ടി എല്ലാ സമയവും ഇതിന്റെ അകത്തിരിക്കാൻ പോവാ? അത് സാറ് പറഞ്ഞു പുറത്തു പോകരുത്. സാറോ? അല്ല, ഇച്ചായൻ. എന്നാ കുട്ടി വാ, നമുക്ക് ഫുഡ് കഴിക്കാം. അവനെന്തായാലും ലേറ്റ് ആയിട്ടേ വരും.
പേരെന്താന്ന് പറഞ്ഞേ? അലീന. ഇത് വലിയ പേരാണല്ലോ. ഞാൻ അല്ലുവിനെ വിളിക്കൂ. പ്രോബ്ലം ഇല്ലല്ലോ? ഇല്ല. അല്ലു എന്താ ചിരിക്കില്ലേ? അതും ഇച്ചായം പറഞ്ഞോ ചിരിക്കണ്ടെന്ന്. അപ്പൊ ചിരിക്കാനൊക്കെ അറിയാലേ. എന്നാ വാ, അത്താഴം കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടെ എല്ലാവരും രാത്രി ആയിരിക്കും ഒരുമിച്ച് കൂടാറ്, പിന്നെ രാവിലെയും. പിന്നെ എല്ലാവരും ജോലിക്ക് പോവല്ലോ. മോളിരിക്കേ, എല്ലാവരും ഇപ്പൊ എത്തും. എന്റെ അമ്മച്ചി പയ്യെ നടക്ക്, അവളെ കാണാലോ. നീ ഒന്ന് പോയേ ജെംസി, ഞാൻ എന്റെ ചെറുക്കന്റെ കൊച്ചിനൊന്ന് കാണട്ടെ. ആ അമ്മച്ചി ഇങ്ങ് പോന്നോ? ഞാൻ കഞ്ഞി എടുക്കുമായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ഡാനിയുടെ സെലക്ഷൻ? അല്ലേലും എന്റെ ചെറുക്കന്റെ സെലക്ഷൻ ഒന്നും മോശമാവാറില്ല. ഇങ്ങ് വന്നേ മോളെ, ചോദിക്കട്ടെ പേരെന്താ? അലീന. ദേ നോക്ക് തെരേസ, ജെയിംസേ, എന്റെ ചെറുക്കൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണം മരുമോളെ നോക്ക്. ശരിക്കൊരു മാലാക കൊച്ചില്ലേ? കണ്ടു. മോളിരിക്കേ. തെരേസ വിളമ്പ്. അല്ല, ഇവന്മാരെവിടെ പോയി? എനിക്കറിയാൻ മേല അമ്മച്ചി. അല്ല, എന്തോ ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. വീട്ടിൽ പോണെന്നാ പറഞ്ഞിട്ട് പോയെ. ഡാനി ആണെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. അലൻകുഞ്ഞ് പോയോ? എനിക്ക് അവനെ കാണണോന്ന് പറയുന്നതാണല്ലോ. ആ ഡാൻ ഇങ്ങോട്ട് വരട്ടെ. അവനിക്ക് അറിയത്തില്ലേ, അവനൊരു കൊച്ചുള്ളതാ ഇനി ഇവിടെ കാത്തിരിക്കാൻ. അവനും കൂടി ഇങ്ങോട്ട് വരട്ടെ. രണ്ടെണ്ണത്തിനെ കൊടുക്കുന്നുണ്ട് ഞാൻ. ഓ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. അവനിക്ക് ഒരു പെണ്ണ് കെട്ടിക്കൊണ്ടെന്ന കാര്യം മറന്നോ? മോളെ, ഇങ്ങോട്ട് ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മോൾ പോയി കിടന്നുറങ്ങിക്കോ. അവൻ എന്തായാലും വരുമ്പോൾ ലേറ്റ് ആവും. ചെല്ല്. സാർ, ഇച്ചായൻ വന്നിട്ട് പോയിക്കോളമ്മ. അവൻ വരുമ്പോ എന്തായാലും രാത്രിയാവും മല്ലു. നീ പോയി കിടന്നുറങ്ങിക്കോ. അവൻ വന്ന് കിടന്നോളും. കൊച്ചു കുട്ടിയൊന്നല്ലല്ലോ. നീ പോയി കിടന്നോ. ചെല്ല്. അല്ല, ഇത്ര പെട്ടെന്ന് ഇറങ്ങിയ അതെങ്ങനെ ശരിയാവും? അല്ലെങ്കിൽ ഇന്ന് ഉറങ്ങിക്കോ, നാളെ നോക്കാം. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് എന്താ നിങ്ങളെ വെറുക്കാൻ പറ്റാത്തത് സാർ? ആ മോൾ എഴുന്നേറ്റോ? പള്ളിയിലോട്ട് വരുന്നുണ്ടോ കുർബാനയ്ക്ക്? വരാം. ആരും എവിടെ എങ്ങോട്ടും പോകുന്നില്ല. അമ്മച്ചി, എന്താ ഇവിടേക്ക് നടക്കുന്നത്? ഡാനി ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു പറഞ്ഞു. അതും ഇവളെ. നീ എന്താ കാണിക്കുന്നുണ്ട്? അവളെ വീട് ഇല്ല, ഞാൻ വീടില്ല അമ്മച്ചി. ഇവളെ എന്നെ ഡാനി എന്നെ തട്ടിയെടുത്തിട്ടുണ്ട്. തൊട്ടു പോകരുത് അവളെ. നിന്നോട് ഞാൻ പറഞ്ഞോ? ഞാൻ നിനക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ലൂസി, പറ. ഒന്നും പറയ ഡാനി. ചെറുപ്പം തൊട്ട് ഇവരെല്ലാവരും എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നിനക്കറിയില്ലേ? നീ എനിക്കുള്ളതാ, എനിക്ക് മാത്രമുള്ളത്. ഇവര് പറഞ്ഞത് പോട്ടെ, ഞാൻ നിനക്കൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ നിനക്കൊന്നും തന്നിട്ടില്ല, നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ലൂസി. നീ എനിക്ക് അന്ന് എന്തൊരു സഹോദരിയായിരിക്കും, പക്ഷെ ഇതിൽ കൂടുതൽ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ക്ഷമ. ഇങ്ങനെ ഒരിക്കലും ഒന്നും പറയില്ല ഡാനി, കാരണം നീ എന്റെ ജീവനാണ്. പക്ഷെ ഇവളെ ഞാൻ വിടില്ല. നീ കാരണ. അലീന, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ എന്തോത്തിനാ നീ ഇതെല്ലാം നിന്ന് കൊള്ളുന്നത്? തിരിച്ചടിക്കാൻ നിനക്ക് എന്താ പറ്റില്ലേ? അടിക്കടിയാ മുഖത്ത്. നീ എന്നെ തല്ലിയില്ലേ? യു ഗോണ പേ ഫോർ ദിസ്. നോക്കിക്കോ, ഇതിനുള്ളത് ഞാൻ ചോദിച്ചിരിക്കും. മിസ് അലീന ഡാനിയൽ ജെയിംസ്. നീ പകരം ചോദിച്ചൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അവളുടെ ഹസ്ബൻഡ് നിന്റെ തന്തയല്ല, ഈ ഡാനിയലാണ്. നീ നിനക്ക് പറ്റുന്നത്. നീ നോക്കിക്കോ ഡാനി, ഒരു ദിവസം അവൾ നിന്നെ വിട്ടു പോകും. അതിന് കാരണക്കാരി ഞാനാണെന്ന് പറഞ്ഞ് നീ വരരുത്. വിട്ടു പോകുന്ന നേരത്ത് നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാകൂ.
ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഒരാളെ മടുത്തിട്ടിട്ട് പോകാൻ മാത്രം നീയല്ല അവൾ അലീനയാണ് എന്റെ വൈഫ്. നമുക്ക് കാണാം. എന്ത് നോക്കി നിൽക്കുക എല്ലാവരും? അലീന, എനിക്ക് ഗ്രീൻ ടീ കൊണ്ടുപോവാ. എന്തിനാ അപ്പോൾ അവളെ പറ്റി ഓർക്കുന്നത്? എനിക്ക് വേണ്ടത് ഒരു കൊച്ചിന് മാത്രം എനിക്ക് വേണ്ടത്. നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിവില്ലാണ്ടൊന്നല്ല ഈ സറോഗസിക്ക് പിന്നാലെ പോകുന്നത്. എടോ, ആളൊരുത്തരാണെങ്കിൽ കെട്ടി കൂടെ പൊറപ്പിച്ചിട്ടുണ്ടാക്കണം കൊച്ചിനെയൊക്കെ. നിനക്ക് കാണണ്ടേ ആല? ഞാൻ കാണിച്ചു തരാം. അലീന, ഐ ആം കമ്മിങ് ടു യു. അലീന, നിന്റെ ഒബ്ലിഗേഷൻ പാലിക്കാൻ നീ തയ്യാറാണോ? സാർ കുടിച്ചിട്ടുണ്ടോ? ഉത്തരം പറയടി ആദ്യം. ഞാൻ കുടിച്ചോ ഇല്ലയോന്നൊന്നും നീ തിരക്കേണ്ട കാര്യമില്ല. വാ അലീന, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? എനിക്ക് വേണ്ടേ നാച്ചുറൽ ആയിട്ടൊരു ബേബിയെ. നീ വാ, ഞാൻ നിന്നെ സാറ്റിസ്ഫൈ ചെയ്യും. ഐ ക്യാൻ. സർ പ്ലീസ്, വേണ്ട, ഇങ്ങനൊന്നും പറയല്ലേ. ഇപ്പൊ വേണ്ട, പ്ലീസ്. Shh. Keep quiet. Sir. വിട്. Sir, വിട്. Sir, please, ഇപ്പൊ വേണ്ട. വേണം അലീന. നിനക്കറിയോ, നിന്റെ കണ്ണ്, ചുണ്ട്, പിന്നെ കഴുത്തിലെ മാർക്ക് എത്ര മാത്രം എന്റെ ഒരു കൺട്രോൾ കളഞ്ഞിട്ടുണ്ടെന്ന്. Sir, please, നിർത്ത്. Please, വേണ്ട. Please, please. വേണം അലീന. Please close your eyes and feel it. Please. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ? എനിക്കൊന്നും തിന്നില്ലേ നിങ്ങ? പ്ലീസ്. എന്റെ തല. അലീന, അലീന, എന്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിന് വേണ്ടി. സ്റ്റോപ്പ് ടോക്കിംഗ്. നീ എഴുന്നേറ്റേ, ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോകാം. ഇത് കഴിക്കും. അലീന, സോറി, ഇന്നലെ ഞാൻ അതൊന്നും ചെയ്തത് എന്റെ സുബോധത്തിലല്ല. പിന്നെ ഇതെന്തായാലും എപ്പോഴായാലും ചെയ്യേണ്ടതാണല്ലോ, അങ്ങനെ കണക്കാക്കിയാൽ മതി. അതത്ര എളുപ്പമായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാവോ? അതിന്റെ വില എന്താണെന്നറിയാവോ? സാറിന് അത് അറിയാൻ വഴിയില്ല. കാരണം അതിന്റെ അപ്പുറമൊക്കെ സാർ കണക്കാക്കുന്നത് പണമാണ്. ഞങ്ങൾക്ക് ഏറ്റവും വേണ്ട കാര്യത്തിന് സാർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത്. നീ എന്ത് വേണമെങ്കിലും കരുതിക്കോളും. എനിക്ക് വേണ്ടത് എന്റെ ചോരയിൽ പിറന്നൊരു കൊച്ചിനെ മാത്രം. നിന്റെ കോൺട്രാക്ട് അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞതാ. ഇന്നലെ ഞാൻ നിന്നോട് ചെയ്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട് എന്നും പറഞ്ഞ അതിനൊരിക്കലും ഞാൻ റിഗ്രറ്റ് അടിക്കില്ല. ഞാൻ ഓഫീസിൽ പോവാം. 2 ദിവസത്തേക്ക് നീ ലീവ് എടുത്തോളൂ. ഇന്ന് താഴേക്ക് എവിടെയും പോകണ്ട. പിന്നെ ഇന്നലെ നടന്നവിടെ കാര്യം എന്റെ പാരന്റ്സ് അറിയാൻ പാടില്ല. യു ഗോട്ട് ഇറ്റ്? തെരേസ, അല്ലുമോള് താഴോട്ട് കണ്ടില്ലല്ലോ.
എന്തു പറ്റി? കുഞ്ഞിനെന്താ? ഏതെങ്കിലും അസുഖമുണ്ടോ? കാലത്തെ ഡാനി പറയുന്നുണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നെന്ന്. ശല്യപ്പെടുത്താൻ പോകണ്ട, മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ കഞ്ഞി കൊണ്ടേ കൊടുത്തിട്ടുണ്ട് മരിയ. ഉറങ്ങുകയാണെന്നാ പറഞ്ഞേ. ആ, കുറവില്ലെങ്കിൽ കുഞ്ഞോട് പറയാൻ പറ, നമുക്ക് ആസ്പത്രി കൊണ്ടുപോവാം. ഡാനി, നീ എന്താ വിളിപ്പിച്ച്? നിനക്കെന്താ ഇത്ര സീരിയസ്നെസ്? കളിച്ച് തിരിച്ച് നടക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നത്. നീ വിളിപ്പിച്ച കാര്യം പറ. നീ അലീനയുടെ അനിയത്തിയുടെ കോളേജിൽ പോകണം. എന്നിട്ട് ആ സ്കോളർഷിപ്പിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കണം. അത് സത്യമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊള്ളാൻ പ്രിൻസിപ്പളിനോട് പറയണം. ക്യാഷും ഇന്ന് തന്നെ അടച്ചേക്ക്. എന്നിട്ട് നീ ഫ്രെഡിയെ വിളിക്കണം. അവിടെ താമസിക്കാനുള്ള ഏർപ്പാടുകളും സെറ്റിൽ ചെയ്യാൻ പറയണം. നീ മിനിയാന്ന് പറഞ്ഞതുപോലെ അത് നിന്റെ വൈഫാണ്. നിന്റെ വൈഫിന്റെ അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ നീയാ നോക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. ഐം ഗോണ ലിവ്. നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞിട്ടില്ല അലൻ. നീ പറയുമ്പോ കിടന്ന് തുള്ള ഞാൻ നിന്റെ പാവയൊന്നുമല്ല ഡാനി. പക്ഷെ ഞാനിപ്പോ പോകും. അത് നിനക്ക് വേണ്ടിയിട്ടല്ല, എന്റെ അല്ലുവിന് വേണ്ടിയിട്ടാ. അവളെന്റെ പെങ്ങളാ, അതിനു വേണ്ടി മാത്രം. അവൾ നിന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ റീസൺ അവളുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രം. അലീന, നിന്റെ അനിയത്തിയുടെ പോവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് അവളെ കാണാൻ പോണം, അമ്മയും കാണണം. നിനക്ക് നാളെ പോവാം, ബട്ട് ഇൻ വൺ കണ്ടീഷൻ. ഒരാഴ്ചയില്ലേ ഞാൻ നിന്നെ തൊട്ടിട്ട്. നൗ ഇറ്റ്സ് മൈ ടേൺ. ആർമീസേ, നാം എന്തിനു ഒളിഞ്ഞു നോക്കുന്നേ? മതി മതി, ഒരു എപ്പിസോഡിലും ഒരു റൊമാൻസ് മതി. നിങ്ങൾ ചെറുതല്ലേ? അല്ല, ഈ ഒരാഴ്ചയായിട്ടും മോള് വിളിച്ചില്ലല്ലോ. നീ വിളിച്ചു നോക്കിയില്ലേ അനു? ചേച്ചി പോയടുത്ത് റേഞ്ച് ഇല്ല അമ്മേ, അതാ വിളിക്കാത്തത്. ചേച്ചി വരും, സമാധാനപ്പെട്. അമ്മ മരുന്ന് കഴിക്കേ. ഈ കൊച്ചെന്തിനാ അവിടം വരെയൊക്കെ പോയത്? ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചാ പോരെ? ഒന്ന് വിളിക്കാനായിട്ട് കാണാനിട്ട് എന്തോ പോലെ. അമ്മച്ചി തന്നെ ഇങ്ങനെ പറയണം. ചേച്ചി പോയത് നമുക്ക് വേണ്ടിയിട്ടില്ലേ? വരും എന്ന് പറഞ്ഞ ചേച്ചി വന്നിരിക്കും. അമ്മച്ചി ഇത് കഴിക്കേ. അലീന, ഈ ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അറിയാലോ. അതുകൊണ്ട് നീ ഇവിടെ ഒരാഴ്ച നിന്നോളൂ. നാളെ നിന്റെ അനിയത്തിനെ കൊണ്ടാക്കാൻ വേണ്ടി അലൻ വരും. അവനായിട്ട് പോയാൽ മതി. അതിനുശേഷം നമുക്ക് അമ്മേന്റെ അടുത്ത് ഒരു ഹോം നേഴ്സിനെ നിർത്താം. സാറ് ഫുഡെല്ലാം കഴിക്കണം. നീ ചെല്ലും. കേറിയിട്ട് പോവാം. ചേച്ചി, ചേച്ചി, സുഖാണോ നിനക്ക്? സുഖമാ. ചേച്ചി ആരെ നോക്കിക്കൊണ്ട് നിന്നേ? അതെന്റെ ബോസ് ആയിരുന്നു മോളെ. എന്നെ അകരുന്നിട്ട് പോയതാ. അപ്പോ ചേച്ചിയുടെ ജോബൊക്കെ കഴിഞ്ഞായിരുന്നോ? ഇല്ല മോളെ, അത് കഴിയാൻ കുറച്ച് നാളും കൂടി എടുക്കും. എനിക്ക് എന്തായാലും പോണം. നാളെ നീ പോവല്ലേ? അപ്പൊ എന്റെ മോളെ കാണാൻ വന്നിരുന്നെങ്കിൽ മോശമല്ലേ? അതുകൊണ്ട് ഞാൻ ലീവ് എടുത്ത് വന്നതാ. ചേച്ചി വാ, അമ്മച്ചേടെ കാത്തിരിക്ക. ആ, 2 ദിവസം വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്കും ആൾ ഉഷാറായല്ലോ. എവിടെ നിന്റെ അനിയത്തി? അകത്തുണ്ടല്ലോ ചായ. അമ്മച്ചിയോട് രാത്രി പറയാ. ആ, ദേ വന്നല്ലോ. അനു, ഇതെന്റെ ബോസിന് അനിയനാ, അലൻ ജോസഫ്. അലൻ ഇച്ചായ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാ. ഇച്ചായ, ഇതെന്റെ അനിയത്തി ആൻഡ്രിയ. ഹായ്, ഞാൻ അലൻ. നിന്നെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലു. മിണ്ടുന്നില്ല. അതിച്ചായനെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. എന്നെ പോലെയല്ല അവള്, എന്നെക്കാളും എത്രയോ ബോൾഡാ. ഓ, എത്രയോ നല്ലത്. എന്തായാലും നിന്നെ പോലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ വാ, നമുക്ക് ഇറങ്ങാം. ഇനി അവിടെ എത്തുമ്പത്തേ ലേറ്റ് ആവും. അനു, സൂക്ഷിച്ചു പോണോട്ടോ. അവിടെ ചെന്നിട്ട് അധികം ഒന്ന് കറങ്ങി നടക്കണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെയൊക്കെ മനസ്സിലായിട്ട് കറങ്ങി നടന്നാ മതി. ഫ്രണ്ട്സിനെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിക്കുള്ള നോക്കി എടുക്കണേ. എനിക്ക് പേടിയാവുന്ന ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിട്ട്.
എന്റെ ചേച്ചിക്കുട്ടി പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഓക്കെ? എന്റെ അല്ലു, അവളെക്കാളും പേടിയാളോ നിനക്ക്? നീ ടെൻഷൻ അടിക്കണ്ട ആൻഡ്രിയ. അവിടെ ചെല്ലുമ്പോ ഫ്രെഡി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടാവും, എന്റെ ഫ്രണ്ടാണ്. അവൻ നിന്നെ നീ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി ആക്കി തരും. നീ അവിടെ സെറ്റിൽ ആയിട്ട് അവൻ തിരിച്ചു വരുള്ളൂ. ഓക്കെ സർ. ആ, ഈ സാറ് വിളി അങ്ങോട്ട് നിർത്താം. അല്ലു എന്നെ വിളിക്കുന്നത് ഇച്ചായന. നിനക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് വിളിക്കാം. അനു, സൂക്ഷിക്കണോട്ടോ. എന്തുണ്ടെങ്കിലും ചേച്ചിനെ വിളിച്ചാൽ മതി. ചേച്ചി അപ്പൊ അവിടെ എത്തും. എന്റെ മോളെ സൂക്ഷിക്കണം. മതി സ്നേഹപ്രകടനമൊക്കെ. ഇത് അവിടെ വിഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ജേർണി ആൻഡ്രിയ. പോയി നന്നായിട്ട് പഠിച്ചിട്ട് വാ. താങ്ക് യു ചായ. ചേച്ചി ബൈ. ഓ ഗോഡ്, എന്റെ തല. അലീന, എനിക്കൊരു കോഫി. എന്നാ നിന്റെ കോഫി കുടിക്കേ. ഈ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് നീ ഒരു 30 പ്രാവശ്യമെങ്കിലും അലീന എന്ന് വിളിച്ചിട്ടുണ്ടാകും. എന്താണ് 2 ആഴ്ച കൊണ്ട് നീ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? ഇത്രമാത്രം നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ വേണ്ടി. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ US-ലുണ്ട്. ആൻഡ് യു മിസ് ഹെർ. നിനക്ക് എന്തോ അവളോടുണ്ട്, പക്ഷെ അത് നീ കൺഫേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. നിന്നെ കൊണ്ട് പറ്റുണ്ടാ? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലേ, എനിക്ക് അങ്ങനെ ആരെയും കാണാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ അവളുടെ പേര് വിളിക്കുന്നുണ്ടാവും. കാരണം ഈ കഴിഞ്ഞ 2 ആഴ്ചയുടെ എല്ലാ കാര്യങ്ങളും, ഞാൻ രാവിലെ എഴുന്നേക്കുന്ന മുതൽ കിടക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അവളാണ് എനിക്ക് ചെയ്തു തരാറ്. സോ റിപ്പീറ്റേഷൻ വരുമ്പോ നമുക്ക് എന്തായാലും അത് വരും. അല്ലാതെ എനിക്ക് അവളോട് ഒരു തേങ്ങയില്ല. എന്നോട് ചിലപ്പോ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റും, പക്ഷെ നീ നിന്റെ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്ക്. അപ്പൊ നിനക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. എനിക്ക് അതേ പറയാനുള്ളൂ ഡാനി. സർ, കോഫി. അവിടെ വെച്ചേര്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടോ? ഇതെല്ലാം നീ എന്തിനാ അന്വേഷിക്കുന്നത്? എനിക്ക് വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഈ ഫയൽ മാത്രം എടുത്തു വെച്ചാൽ മതിയോ? മതി. What the hell is happening to me? എനിക്കൊന്നും ഇഷ്ടമല്ല. എന്തിനാ അവളെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നേ? ഓർക്കുന്നത് എന്തിനാ? കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നീ US-ലുണ്ട്. ആൻഡ് യു മിസ് ഹെർ. നിനക്ക് എന്തോ അവളോടുണ്ട്, പക്ഷെ നീ കൺഫേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. നിന്നെ കൊണ്ട് പറ്റും ഡാനിയൽ. Did I love her? ആർമീസേ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഫേസ് 2 ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ പോയിട്ട് കമൻറ്റ് അടിക്കുക, ഒരു അഭിപ്രായമെങ്കിലും പറയണം കേട്ടോ. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഫേസ് 3 ഫൈനൽ പാർട്ട് കാണാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ആഴ്ച വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഓക്കെ ബൈ, അടുത്ത ആഴ്ച കാണാം.